ഡോക്ടർ ദിവ്യ സയ്യർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അവർക്കൊപ്പം ഷഫീദ് റാവുത്തറാണുള്ളത്. ഡോക്ടർ ദിവ്യ അയ്യർക്ക് ഒരു പൊങ്കാല ആശംസ പറഞ്ഞേക്കൂ ഷഫീദ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സ്കേൻ. തിരുവനന്തപുരം നഗരം ഒന്നാകെ ഒരു ആറ്റുകാൽ പൊങ്കാല മൂഡിലാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് നമ്മൾ കണ്ടു ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് സെലിബ്രിറ്റീസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുടെ വീടിൻ്റെ സമീപത്തൊക്കെ പൊങ്കാല ഇടുന്നത് സ്ഥിരം നമ്മളുടെ ഒരു കാഴ്ചയിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS നമ്മളോടൊപ്പം ചേരുകയാണ്. പാൽക്കുളങ്ങരയിലെ വീട്ടിലാണ് ഇത്തവണ പൊങ്കാല ഇടുന്നത്. പൊങ്കാല ആശംസകൾ. ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ എന്താ? ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. എല്ലാ വർഷവും പാൽക്കുളങ്ങര വീട്ടിലാണ് ഇടാറുള്ളത്. അപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മുടെ നാട്ടുകാരെയൊക്കെ ഒരുമിച്ച് കൂടുക എന്നുള്ള ഒരു സംഗമം കൂടിയാണ് പൊങ്കാല എന്നുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ വന്നത് മുതൽ ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുക. കുറച്ച് നാളിലൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോകുമായിരുന്നു. അതിനുശേഷം ഇപ്പം നമുക്ക് ഒരു 10 കിലോമീറ്റർ വൃത്തളവിൽ നമുക്ക് പൊങ്കാല ഇടാനുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അതായത് വീട്ടിലിടുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും. ക്ഷേത്രത്തിലേക്ക് പോയിരുന്നോ ഇന്നലേക്ക്? വലിയ തിരക്കാണ്. ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ തിരക്കാണെന്നാണ് അനുഭവപ്പെട്ടത് ശരിക്കും. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ എന്താ പറയുക സംയമനം പാലിച്ച് പോകുന്നുണ്ടെന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അപ്പോൾ ജനങ്ങളുടെ ആ ഒരു സഹകരണത്തിന് പറയുന്ന സാഹോദര്യത്തിന് ശരിക്കും ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഇത്രയും പേരെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെ ശാന്തരായി എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കുറച്ച് മണിക്കൂറുകൾ നിന്നു എന്നുള്ള കഥയൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു ദുഃഖമല്ലായിരുന്നു കണ്ടത്, അതിലും ഒരു നിർവൃതിയാണ്. വിശ്വാസത്തിന്റെ ആനന്ദമാണ്. അതെ, തീർച്ചയായിട്ടും ഒരു ആനന്ദവും നിർവൃതിയൊക്കെയാണ് ആളുകളിൽ കൂടുതൽ കാണാൻ സാധിച്ചത്. നമ്മൾ ഇടുന്നത് എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ പൊങ്കാലയിട്ട് നിവേദിക്കുന്നത് എന്താ? നമ്മൾ ശർക്കര പൊങ്കലാണ് സാധാരണ ചെയ്യുന്നത്. കുറച്ച് അരവണ പോലെയാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ളത്. അപ്പോൾ അത് തന്നെയായിരിക്കും ഞങ്ങൾ കുടുംബത്തിലൊരു പൊങ്കാല എന്നുള്ള രീതിയിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അമ്മയും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പൊങ്കാലയാണ് വെക്കാറുള്ളത്. പിന്നെ തെരളയും കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ രണ്ടുമായിരിക്കും ഇക്കുറി. അപ്പോൾ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും. പക്ഷെ അങ്ങനെ വിളിച്ചാൽ എനിക്കൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് വരില്ല, ക്യാമറ കണ്ടാ വരില്ലേ ഇപ്പോൾ. അതുകൊണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാനിപ്പോൾ രാവിലെ വരുമ്പോഴും തന്നെ റോഡരികിലൊക്കെ എല്ലാവരും ഇങ്ങനെ വളരെയധികം ഒരു ധൃതിയില്ലാതെ വെപ്രാളം ഇല്ലാതെ എല്ലാവരും സമാധാനപൂർവ്വം ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അതൊരു ഇപ്രാവശ്യം ഒരു വലിയ മേന്മയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രതിസന്ധിയായിട്ട് വെയിലുണ്ടെങ്കിൽ കൂടി ആളുകളൊക്കെ ഇപ്പം ഏതാണ്ട് സെറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, അതിന് തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ആളുകൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഒരു വലിയൊരു സാഗരമല്ലേ ശരിക്കും, വനിതകളുടെ ഒരു സാഗരം എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൊങ്കാല. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഈ വനിതാ ദിനത്തിനായിട്ട് നമ്മൾ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കുള്ള വനിതാ ദിനം നമുക്ക് കേരളത്തിൽ നടക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയിടാന്നാണ്. ഇത്രയും വലിയൊരു വനിതാ സംഗമം നമുക്ക് ഇതിന് മുൻപോ പിൻപോ ഒന്നും കാണാൻ കഴിയില്ല. ഒരു പക്ഷേ ലോകത്തിൽ ഒരിടത്തും തന്നെ കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു. അതും ഇത്രമാത്രം സന്തോഷത്തിൻ്റെ ഇത്രയും നമ്മളിപ്പോൾ ഈ പറയുന്ന പോസിറ്റിവിറ്റിയുടെ വൈബ്സ് എന്നുള്ളതുണ്ടല്ലോ, അത് അത്രമാത്രം വരുന്ന ഒരു സംഗമവേദി എന്നുള്ളതും കൂടി അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേക അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. പൊങ്കാല ആശംസകൾ. കുടുംബമുണ്ട്, ദിവ്യസയുടെ കുടുംബമുണ്ട്. ഇപ്പോൾ അടുപ്പ് വെട്ടാൻ ഏതാണ്ട് കുറച്ച് സമയം മാത്രമാണ് സ്കേൻ ബാക്കിയായിട്ടുള്ളതാണ്. ദിവ്യസയുടെ മകൻ, അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തില്ല. ഏതായാലും ഈ കുടുംബം ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമായി പൊങ്കാല മാറുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കേൻ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുടെ വീടിൻ്റെ സമീപത്തൊക്കെ ആ രീതിയിൽ ഈ പൊങ്കാല ഇടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇത് പാൽക്കുളങ്ങര എന്ന് പറയപ്പെടുന്ന റെസിഡൻഷ്യൽ ഏരിയയാണ്. ഓരോ റെസിഡൻഷ്യൽ ഏരിയ കേന്ദ്രീകരിച്ചൊക്കെ ഇങ്ങനെ പൊങ്കാലയിലേക്ക് കടക്കുകയാണ്. കാര്യം അടുപ്പ് വെട്ടാൻ വളരെ കുറച്ച്, അടുപ്പിലേക്ക് തീ പകരാൻ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരം ഒന്നാകെ ആ പൊങ്കാല എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. എസ് കെ എൻ.